ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ ഒരു ബൗളിലേക്ക് മുട്ട ഉടച്ചൊഴിക്കുന്നുണ്ട്. ഞാൻ 2 മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പാനിൻ്റെയൊക്കെ വലുപ്പം അനുസരിച്ചിട്ടും അതുപോലെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് എടുക്കാം. 2 മുട്ട ചേർത്തിട്ട് അതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിനും ഒരു ടേസ്റ്റിനും വേണ്ടി ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ തൊണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയിട്ടുള്ള അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് സവാളയും എരിവനുസരിച്ചിട്ട് പച്ചമുളക്, കുറച്ച് ക്യാരറ്റും ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാപ്സിക്കോ അല്ലെങ്കിൽ കോളിഫ്ലവറൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിച്ച് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് നന്നായിട്ട് കുക്കായാൽ മതി. അപ്പോൾ ഈ വെജിറ്റബിളിലേക്ക് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുവിധം ഒന്ന് കുക്കായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. ഇതേപോലെ കുറച്ച് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ എടുക്കും ഇത് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, കുറഞ്ഞ ഫ്ലെയിമിൽ ഇതേപോലെ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് നന്നായിട്ട് അടിഭാഗമൊക്കെ കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അല്ലെങ്കിൽ ഈവനിങ്ങിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്